ഞാൻ വനജ. ഞങ്ങളിപ്പോൾ ഗുരുവായൂരാണ്. എൻ്റെ മകളുടെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വന്നതാണ്. ഞാനും എൻ്റെ ഭർത്താവും മകനും പിന്നെ മകളും മകളുടെ ഭർത്താവും കുഞ്ഞും മരുമോൻ്റെ അച്ഛനും അമ്മയും പിന്നെ അവരുടെ കുടുംബക്കാരുമുണ്ട്. മൊത്തം ഒരു 22 പേരുണ്ട്. ഒരു കുട്ടി ബസ് വിളിച്ചാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തി. ചോറ് കൊടുപ്പ് കഴിഞ്ഞു. മകളെ കെട്ടിച്ചു വിട്ടത് പാലായിലേക്കാണ്. അവൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു പയ്യനെ പ്രണയിച്ചു. അവൻ എൻജിനീയറാണ്. ഡിഗ്രി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഒരു കുട്ടിയായി. ഇപ്പോൾ മോള് ഓൺലൈനായി PG ചെയ്യുന്നുണ്ട്. അവർ സ്വന്തമായി വീട് വെച്ച് മാറി താമസിച്ചു. ഞാനും എൻ്റെ ഭർത്താവും മകനും മുണ്ടക്കയത്താണ്. എനിക്ക് ജോലിയുണ്ട്. എൻ്റെ ഭർത്താവ് ഇലക്ട്രിസിറ്റിയിൽ ഒരു ഉദ്യോഗസ്ഥനാണ്. എൻ്റെ മോൻ ഡിഗ്രിക്ക് ചേർന്നു. ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ ഭർത്താവിൻ്റെ പേര് ദിവാകരൻ എന്നാണ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്നും തിരിച്ചു പോരുമ്പോൾ ചില സ്ഥലങ്ങൾ കൂടി സന്ദർശിച്ചു. എന്തായാലും യാത്രയ്ക്ക് ഇറങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ പോയി കളയാം. മരുമോൻ്റെ അച്ഛൻ സത്യൻ ചേട്ടൻ പറഞ്ഞു. എല്ലാവരും അത് അംഗീകരിച്ചു. ഞാൻ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുമ്പോൾ സത്യേട്ടനും സുഷമേച്ചിയും അടുത്ത് വന്ന് കൊഞ്ചിക്കാൻ തുടങ്ങി. അപ്പോൾ സത്യേട്ടൻ പറഞ്ഞു, കുഞ്ഞു മോളെപ്പോലെ തന്നെയുണ്ട് കാണാൻ, അല്ലേ വനജെ? മോളെപ്പോലെ തന്നെ നല്ല ഭംഗിയുമുണ്ട്. ആ ചിരിയൊക്കെ നോക്കിക്കേ. ഞാൻ അത് കേട്ട് ഒന്ന് ചിരിച്ചു. ഉടനെ സുഷമേച്ചി പറഞ്ഞു, എൻ്റെ മോൻ്റെ കണ്ണും മുഖവുമാണ്. എൻ്റെ മോള് അത് കേട്ടിട്ട് മരുമോൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ, കുഞ്ഞിനതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ചായല്ലേ വരൂ. പിന്നെ ആരും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടങ്ങി. ഹിൽ പാലസ് കാണാൻ കയറി. അതിലൂടെ നടക്കുമ്പോൾ എൻ്റെ ഒപ്പമാണ് സുഷമ ചേച്ചി. സുഷമ ചേച്ചിക്ക് അസുഖങ്ങളെപ്പറ്റി പറയാനേ നേരമുള്ളൂ. കൈവേദന, കാൽമുട്ട് വേദന, എപ്പോഴും വയ്യ വയ്യ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ സത്യേട്ടൻ അവരോട് ചൂടാകും. വയ്യെങ്കിൽ നിനക്ക് വീട്ടിലിരുന്നാൽ പോരായിരുന്നോ? അപ്പോൾ ഞാൻ പറയും, ഹോ അത് പോട്ടെ സത്യേട്ടാ, വെറുതെ പ്രശ്നമാക്കണ്ട. അല്ല വനജെ, എപ്പോൾ ഇവൾക്ക് വേദന തന്നെയാ. അത് കേട്ട് എനിക്ക് ചിരി വന്നു. അത് വീട് സത്യേട്ടാ, ഞാൻ വീണ്ടും പറഞ്ഞു. അപ്പോൾ സുഷമേച്ചി എന്നെ നോക്കി പറഞ്ഞു, നിങ്ങൾ പോയി നടന്ന് കാണ്, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഭർത്താവ് എൻ്റെ ഒപ്പമല്ല നടക്കുന്നത്. പുള്ളിയും വേറെ 2 ആണുങ്ങളും കുടിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ച് നടക്കുന്നത്. അവർ കുറച്ച് കുടിച്ചിട്ടുമുണ്ട്. മോനാണെങ്കിൽ കൂടെ വന്ന കുട്ടികളുടെ കൂടെയാണ്. വേറെയും പെണ്ണുങ്ങളുണ്ട്. സത്യേട്ടനാണ് മൊത്തം നിയന്ത്രണം. ഞാൻ ഇടയ്ക്ക് കുട്ടിയെ എടുത്ത് പിടിച്ചു. അപ്പോൾ എന്നോട് ചേർന്ന് സത്യേട്ടൻ കുഞ്ഞിനെ കൊഞ്ചിച്ചു. അപ്പോൾ അതിലൂടെ വന്ന ഒരു പ്രായമായ ഒരമ്മ ഞങ്ങളെ നോക്കി ചിരിച്ചു. ഞങ്ങളും ചിരിച്ചു. ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മോളും മരുമോനും കാഴ്ച കാണാൻ പോയിരുന്നു. അവർ ഞങ്ങളെ നോക്കിക്കൊണ്ട് അവരുടെ മോളോട് പറയുകയാണ്, നിങ്ങളെ കണ്ട് പഠിക്ക്. അത് കണ്ടോ, ഭാര്യയും ഭർത്താവും കൂടി കുഞ്ഞെ നോക്കുന്നതെന്ന്. ഞാനും സത്യേട്ടനും അത് കേട്ട് പരസ്പരം നോക്കി ചിരിച്ചു. പിന്നെ അവിടെ നിന്നും പോരുമ്പോൾ സത്യേട്ടൻ ഞങ്ങൾ പെണ്ണുങ്ങളോട് ഒരു പ്രത്യേക പരിഗണന കാണിച്ചു. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എന്നോട്, വനജയ്ക്ക് ബാത്റൂമിൽ വല്ലതും പോകണോ എന്ന്. ഞാൻ ഇല്ല എന്ന് തലയാട്ടും. ഹോട്ടൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ എൻ്റെ അടുത്താണ് സത്യേട്ടൻ ഇരുന്നത്. എൻ്റെ അപ്പുറത്ത് സുഷമ ചേച്ചിയും. അപ്പോൾ സത്യേട്ടൻ എന്നോട് ചോദിക്കും, വനജയ്ക്കിനി എന്തെങ്കിലും വേണോ എന്ന്. ഞാൻ ചിരിച്ചുകൊണ്ട് മതിയെന്ന് പറയും. ഞങ്ങൾ പുറത്തു വരുമ്പോൾ എൻ്റെ ഭർത്താവും മറ്റാണുങ്ങളും കുടിക്കാനുള്ള കട അന്വേഷിക്കാൻ പോയിരുന്നു. അവർ തിരിച്ചു വന്നപ്പോൾ മോനും എൻ്റെ ഭർത്താവും തമ്മിൽ 1-2 പറഞ്ഞ് വഴക്കായി. മോനെ ചേട്ടൻ ഒരുപാട് ചീത്ത പറഞ്ഞു. പൊതുവെ അച്ഛനും മോനും പരസ്പരം ഇഷ്ടമല്ല. അത് പിന്നെ സത്യേട്ടൻ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി. സത്യേട്ടന് വണ്ടി കച്ചവടമാണ്. അതുകൊണ്ട് ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നന്നായി അറിയാം. എനിക്ക് ആ മനുഷ്യനോട് കൗതുകം തോന്നി. ആ യാത്രയിൽ എന്നോട് വളരെയധികം കെയറിങ് ആയിരുന്നു അദ്ദേഹം. എൻ്റെ ഓഫീസിൽ ഒരു മോഹൻ സാറുണ്ട്. അയാൾ എന്നോട് വളരെയധികം കെയറിങ് കാണിക്കാറുണ്ട്. ഓഫീസിലെ ചിന്നമ്മ ചേച്ചി പറയും, വനജ സുന്ദരി ആയതുകൊണ്ടാണ് മോഹൻ സാറിന് ഇത്ര കെയറിങ് എന്ന്. അത് കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കും.
ഓഫീസിലെ മറ്റാണുങ്ങളും എന്നെ നോക്കി നിൽക്കാറുണ്ട്. എന്നോട് സംസാരിക്കാൻ സമയം കണ്ടെത്താറുമുണ്ടവർ. പിന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പല സ്ഥലത്തു നിന്നും ആണുങ്ങളൊക്കെ എന്നെ നോക്കി നിൽക്കും. അല്പം കഴിഞ്ഞപ്പോൾ മോൾ എന്നോട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മയോട് എൻ്റെ അമ്മായപ്പൻ നല്ല കെയറിങ് ആണല്ലോ. അവൾ അതും പറഞ്ഞ് ചിരിച്ചു. എടി, അത് കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളോട് ആണുങ്ങൾ കെയറിങ് കാണിക്കും, ഞാൻ അവളോട് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അത് മനസ്സിലായമ്മേ, എന്നോട് ചേട്ടായിയാണ് പറഞ്ഞത്, അവൾ പറഞ്ഞു. അത് കേട്ടതും എനിക്ക് ചിരി വന്നു. ഞാൻ അവളെ നോക്കി, എന്നിട്ട് മരുമോനെ നോക്കി. അവനൽപ്പം മാറി നിന്ന് ഫോൺ വിളിക്കാണ്. എന്താ അമ്മേ ഇങ്ങനെ ചിന്തിക്കുന്നത്, അവൾ എന്നോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടി. ഓ, അത് വെറുതെ, ഞാൻ പറയട്ടെ? ആ, നീ പറ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ അച്ഛനെ പറ്റിയല്ല ചിന്തിച്ചത്. അമ്മയോട് എപ്പോഴെങ്കിലും അച്ഛനൊരു കെയറിങ് കാണിച്ചിട്ടുണ്ടോ? അത് കേട്ടതും ഞാൻ പുഞ്ചിരിച്ചു. ഇപ്പോൾ കണ്ടില്ലേ അമ്മ, അച്ഛൻ ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് അവനെ ചീത്ത പറഞ്ഞത്. ഞാൻ അവളെ നോക്കി നിന്നു. എൻ്റെ അമ്മേ, അമ്മയുടെ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അമ്മ അറിഞ്ഞിട്ടുണ്ടോ? അവൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്ക് പിടികിട്ടി. അച്ഛനെന്നും കുടി കഴിഞ്ഞല്ലേ വീട്ടിൽ വരുന്നത്. ഞാനൊന്നും മിണ്ടില്ല. അമ്മേ, ചേട്ടായിയുടെ അച്ഛൻ എന്നാ കെയറിങ് ആണെന്നോ ഇപ്പോൾ കണ്ടില്ലേ അമ്മ? ഞാൻ പുഞ്ചിരിച്ചു. പിന്നെ പുള്ളിക്ക് ചില വീക്ക്നെസ്സൊക്കെ ഉണ്ട്, അവൾ അതും പറഞ്ഞ് ചിരിച്ചു. ഞാൻ അവളെ നോക്കി. അതുമാത്രമേ ഉള്ളൂ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല, അവൾ പറഞ്ഞു. എന്ത് വീക്ക്നെസ് ആടി? ഞാൻ അവളോട് ചോദിച്ചു. അതമ്മയ്ക്ക് പിന്നെ മനസ്സിലാകും, അവൾ പറഞ്ഞു. ഞാൻ അവളുടെ മുഖത്തേക്ക് വീണ്ടും നോക്കി. അവൾ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ, അമ്മയെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും അച്ഛൻ. എന്ത് ചോദിക്കും? അതോ, പറയടി, എനിക്ക് ആകാംക്ഷ കൂടി. അത് അമ്മയെ കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോഴേക്കും മരുമോൻ അവളെ വന്ന് വിളിച്ചു. അവൾ അവൻ്റെ അടുത്തേക്ക് പോയി. എൻ്റെ മടിയിലാണ് കുഞ്ഞ്. ഞാൻ കുഞ്ഞിനെ കൊഞ്ചിച്ചു. എന്നിട്ട് ഞാൻ സത്യേട്ടനെ നോക്കി. പുള്ളി അവിടെ സംസാരിച്ച് നിൽക്കുകയാണ്. ആള് കൊള്ളാലോ, ഞാൻ മനസ്സിൽ പറഞ്ഞു. എനിക്ക് അവൾ പറഞ്ഞതൊക്കെ ഓർത്തപ്പോൾ ചിരി വന്നു. പുള്ളി നല്ല ആരോഗ്യമുള്ള ആളാണ്, നല്ല ചിരിയും. കണ്ടാൽ ഒരു 40 വയസ്സ് പറയും. ഞാൻ സത്യേട്ടനെ നോക്കി നിന്നു. അങ്ങനെ ആ യാത്ര അവസാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിൽ നിന്നും വന്നപ്പോൾ മോൻ വീട്ടിലുണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ സത്യേട്ടൻ. ഭർത്താവ് നന്നായി കുടിച്ചിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആ, വാ സത്യേട്ടാ, ഞാൻ പറഞ്ഞു. പുള്ളി അകത്തേക്ക് കയറി ഹോളിലിരുന്നു. പുള്ളി എന്നെ നോക്കി പറഞ്ഞു, ഞാനൊരു വണ്ടി നോക്കി വന്നതാണ്, അങ്ങനെ പുള്ളിയെ കണ്ടു. ആ, അതേതായാലും നന്നായി. അല്ല, ചേച്ചിയൊക്കെ സുഖമായിരിക്കുന്നോ? ഞാൻ ചോദിച്ചു. ഓ, അവൾക്കെന്നും വേദനയല്ലേ, ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും മകൻ അങ്ങോട്ട് വന്നു. പിന്നെ അവർ കുറേ നേരം സംസാരിച്ചിരുന്നു. ഇവിടെ ഉച്ചവരെ വെയിലും ഉച്ച കഴിഞ്ഞാൽ മഴയുമാണ്. തുലാമാസമാണല്ലോ. എടി, ഇന്ന് പുള്ളി പോകുന്നില്ല, നാളെ വീണ്ടും തിരിച്ചു വരാനുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നതാ, എന്നോടെൻ്റെ ഭർത്താവ് പറഞ്ഞു. ആ, അതിനെന്താ, നമ്മൾ ബന്ധുക്കളല്ലേ, ഞാൻ പറഞ്ഞു. സത്യേട്ടൻ എന്നെയൊന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു. അത് വനജേ, ഞാനൊരു വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് വന്നതാണ്, അതുകൊണ്ട് എൻ്റെ വണ്ടി കൊണ്ട് വന്നില്ല. അത് കേട്ട് ഞാൻ ചിരിച്ചു. ഞാൻ അടുക്കളയിൽ പോയി ചായ ഇട്ട് വന്ന് സത്യേട്ടന് കൊടുത്തു, കൂടെ മകനും കൊടുത്തു. ചേട്ടൻ ചായ കുടിക്കാറില്ല. എന്നിട്ട് ഞാൻ അടുക്കളയിൽ പണി നോക്കി. അപ്പോൾ അപ്പനും മോനും വഴക്കിടുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. മോൻ മുറിയിൽ കയറി കഥ കടച്ചു. അല്പം കഴിഞ്ഞപ്പോൾ സത്യേട്ടൻ എൻ്റെ അടുക്കളയിലേക്ക് വന്നു. ഞാനപ്പോൾ അടുക്കളയിൽ കറിക്കുള്ളത് അരിയുകയായിരുന്നു. എന്നെ നോക്കി ചിരിച്ചു. ഞാനും തിരിച്ചു ചിരിച്ചു. ഇവിടെ അപ്പനും മോനും എന്നും വഴക്കാണല്ലേ, സത്യേട്ടൻ ചോദിച്ചു. അതെ ചേട്ടാ, ചേട്ടൻ അവനോടൊന്നും വഴക്കുണ്ടാക്കും,
പുള്ളിയൊന്നും കുടിച്ചിട്ടല്ലേ വരുന്നത്, ഞാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി വനജെ, ചുമ്മാ കിട്ടിയാൽ ചുണ്ണാമ്പും തിന്നും അല്ലേ? അതേ സത്യേട്ടാ, ആരെങ്കിലും എന്നും വാങ്ങിക്കൊടുക്കും. എങ്ങനെ സഹിക്കുന്നു വനജ? ചേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ചേട്ടനെ അപ്പോൾ ഒന്ന് നോക്കി. സത്യമല്ലേ വനജെ, എന്നും കുടിച്ചിട്ട് വരുന്ന ആളെ എങ്ങനെ സഹിക്കും നീ? അത് ഞാൻ മോനെ ഓർത്ത് ഞാനൊന്ന് നിർത്തി. എനിക്ക് മനസ്സിലാവും വനജെ, ഞാനിപ്പോഴും സാരി മാറിയിട്ടില്ല. ജോലി കഴിഞ്ഞ് വന്ന അതേ വേഷത്തിൽ നിൽക്കാണ്. ചേട്ടൻ ഇടയ്ക്കെൻ്റെ സൈഡ് വ്യൂ നോക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ ഇടത്തെ വശത്ത് നോക്കി നിൽക്കുന്നുണ്ട് ചേട്ടൻ. അത് ഞാൻ കാണുന്നുമുണ്ട്. ഞങ്ങൾ സംസാരിച്ചു നിന്നു. അപ്പോഴേക്കും കറി അടുപ്പത്ത് കയറി. സത്യേട്ടൻ എൻ്റെ ഭർത്താവിനെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. സത്യേട്ടൻ വല്ലതും വാങ്ങിക്കൊടുത്തായിരുന്നോ? ഞാൻ ചോദിച്ചു. അത് വനജെ എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ചു, സത്യേട്ടൻ പറഞ്ഞു. എന്താ വാങ്ങിക്കൊടുത്തേ? അത് ഒരു കുപ്പി. ഓ, ഒത്തിരി പൈസ ആയല്ലേ? ഞാൻ ചോദിച്ചു. അത് പിന്നെ എന്നെ കണ്ടപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞത് എന്നെനിക്കൊരു ഫുള്ള് വാങ്ങി തരണമെന്നാണ്. അന്ന് ഗുരുവായൂർ പോയപ്പോൾ തരാമെന്ന് പറഞ്ഞ് തന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. സത്യേട്ടൻ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ പൈസ കൊടുത്ത് പുള്ളി വാങ്ങി. അതാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ കണ്ടില്ലേ, കഴിച്ച് കഴിച്ച് ഒരു കോല അയാളിപ്പോൾ, ഞാൻ പറഞ്ഞു. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വനജെ? സത്യേട്ടൻ ചോദിച്ചു. നിർത്താൻ അവനവൻ തന്നെ ചിന്തിക്കണം, ഞാൻ പറഞ്ഞു. അത് ശരിയാ, ഞാൻ പിന്നെ അതൊന്നും കഴിക്കാറില്ല, സത്യേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുമുണ്ട്, ഞാൻ പറഞ്ഞു. വനജയും മോശമല്ല കേട്ടോ, ചേട്ടൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു. ഞാൻ ചിരിച്ചു. വനജയെ കണ്ടാൽ ഒരു 38, അതിൽ കൂടില്ല. ഞാൻ ചേട്ടനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ഹോളിൽ നിന്നും ചേട്ടൻ വിളിച്ചു പറഞ്ഞു. എടി വനജെ, പുള്ളിക്ക് ഒരു മുണ്ട് കൊടുക്ക്. ഞാൻ കറിയൊന്ന് വാങ്ങി വെച്ചിട്ട് കൊടുത്തോളാം, ഞാൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് സത്യേട്ടനോട് പറഞ്ഞു. ചേട്ടാ, ഞാൻ ഇപ്പോൾ തരാട്ടോ. പതുക്കെ മതി വനജെ, സത്യേട്ടൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മോൻ്റെ റൂമിൽ പോയി കതകിൽ തട്ടി. എന്നിട്ടും അവൻ കതക് തുറന്നില്ല. ഞാൻ സത്യേട്ടനോട് പറഞ്ഞു. അവൻ്റെ ചെവിയിൽ മറ്റേ കുന്ത്രാണ്ടമാണ്. അത് കേട്ട് സത്യേട്ടൻ ചിരിച്ചു. ഞാൻ ഫോണെടുത്ത് അവനെ വിളിച്ചു. എടാ, ഒരു മുണ്ടിങ് കൊണ്ടുവാ. അല്പം കഴിഞ്ഞപ്പോൾ ഒരു മുണ്ടുമായി മോൻ കതക് തുറന്നു വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അമ്മേ കഴിക്കാനായോ? ആയടാ. അവൻ അടുക്കളയിലേക്ക് പോയി. ഞാനൊരു മുറി കാണിച്ചു കൊടുത്തു. സത്യേട്ടാ, ആ മുറിയിൽ കയറിക്കോ. എന്നിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ നോക്കി. പുള്ളി നന്നായി കഴിച്ച് തല കുമ്പിട്ടിരിക്കുകയാണ്. എന്നോടും സത്യേട്ടനോടും എന്തോ പറയുന്നുമുണ്ട്, ഒന്നും വ്യക്തമായി മനസ്സിലാകുന്നില്ല. സത്യേട്ടൻ എന്നെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, സത്യേട്ടാ, നിങ്ങളതൊന്നും കേൾക്കണ്ട. സത്യേട്ടൻ അപ്പോഴൊന്ന് ചിരിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ മുന്നിലെ കുപ്പി കാലിയാകാറായി. പുള്ളി ഷർട്ടൂരി സോഫയിൽ ഇട്ടിട്ടുമുണ്ട്, മുണ്ടെടുത്തിട്ടുണ്ട്. ഞാൻ ഡ്രസ്സെടുത്ത് അടുക്കളയിൽ പോയി. മകൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. ഞാൻ ഡ്രസ്സ് സോപ്പ് വെള്ളത്തിലിട്ട് അടുക്കളയിൽ കയറി. അമ്മേ, ഞാൻ ഇനി റൂമിൽ കയറിയാൽ എന്നെ ഇനി വിളിക്കരുത്, മോൻ എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ അവനെ നോക്കി. അതമ്മേ, ഞാൻ പുറത്തു വന്നാൽ ചിലപ്പോൾ അപ്പനുമായി ഇനി വഴക്കുണ്ടാവും. വന്ന ചേച്ചിയുടെ അമ്മായപ്പന് ഇൻസൾട്ടാകും അത്. അതുകൊണ്ട് എന്നെ ഇനി വിളിക്കരുത്. ഞാൻ ഹെഡ്സെറ്റ് വെച്ച് സിനിമ കണ്ടുകൊണ്ടിരുന്നോളാം, അവൻ എന്നോട് പറഞ്ഞു. എടാ, അച്ഛൻ നന്നായി കുടിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്നെ വിളിക്കരുതെന്ന്. ഞാൻ അവനെ നോക്കി. എന്നിട്ട് ഹോളിലേക്ക് വന്നു. സത്യേട്ടാ, പോയി ഡ്രസ്സ് മാറ്, ആ മുറിയിൽ കയറിക്കോ, ഞാൻ പറഞ്ഞു. പുള്ളി എന്നോട് ചോദിച്ചു, ബാത്റൂം ഉണ്ടോ? എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. ആ മുറിയിലുണ്ട്, ഞാൻ മുറിയിൽ കയറി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. പുള്ളി എൻ്റെ ഒപ്പം കയറി വന്നു. എന്നോട് ചേർന്ന് നിന്ന് ബാത്റൂമിലേക്ക് നോക്കി. കൊള്ളാലോ,
ഞാൻ ചിരിച്ചു. ചേട്ടന് ഡ്രസ്സ് അലക്കിയിടാനാണോ? ഞാൻ ചോദിച്ചു. ആ, അലക്കണം. പക്ഷെ അലക്കിയാൽ ഉണങ്ങുമോ? പുറത്ത് നല്ല മഴയല്ലേ. അത് വെള്ളം വലിഞ്ഞു കിട്ടും. പിന്നെ രാവിലെ തേച്ചാൽ മതി. ഞാൻ ബാത്റൂമിൻ്റെ വാതിൽ ചാരി നിന്നാണ് ഇതൊക്കെ പറയുന്നത്. ചേട്ടൻ എൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചേട്ടൻ പറഞ്ഞു, എന്നാ ഞാൻ തരട്ടെ? ഞാൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ, ഒരു തന്നോളൂ. പുള്ളി എല്ലാം എനിക്ക് അലക്കാനായി തന്നു. ഞാൻ അതുമായി അവിടെ തന്നെ നിന്നു. സത്യേട്ടാ, തോർത്ത് വേണ്ടേ? ഞാൻ ചോദിച്ചു. ആ, വേണം. അത് പറഞ്ഞ് ഞാൻ അലമാരിൽ നിന്നും ഒരു തോർത്തെടുത്തു. അപ്പോഴേക്കും ചേട്ടൻ ബാത്റൂമിൽ കയറിയിരുന്നു. ഞാൻ തോർത്ത് ചേട്ടന് നീട്ടി. ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്നും തോർത്ത് പിടിച്ചു വലിച്ചു. ഞാൻ പതുക്കെ മുന്നോട്ട് ആഞ്ഞുപോയി. പെട്ടെന്ന് ചേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ നേരെ നിന്നു. ഞാൻ ചേട്ടനെ നോക്കി. ചേട്ടൻ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. എനിക്ക് മനസ്സിലായി ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഞാനപ്പോൾ ചേട്ടനോട് പറഞ്ഞു, അയ്യോ ചേട്ടാ, വേണ്ട, ആരെങ്കിലും കാണും. അവിടെ നിൽക്ക്, ചേട്ടൻ എന്നോട് പറഞ്ഞു. പിന്നെ അവിടെ നടന്നത് ഒരു പേമാരി തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ വെച്ച് നന്നായി ആഘോഷിച്ചു.